വയനാട് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരെ സമയബന്ധിതമായി പുനരധിവസിപ്പിക്കാനാണ് തീരുമാനം. സ്പോൺസർമാരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉടൻ നടക്കും. 3:30 പിണറായി വിജയന്റെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജുണ്ട്. അർജുൻ, പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അല്പസമയത്തിനകം പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അരുണ്യ, കൃത്യം 3:30 തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. വയനാട് മുണ്ടക്കൈയുടെ പുനരധിവാസം എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന്റെ കരട് രേഖ ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചത്. അതിപ്പോൾ മന്ത്രിസഭ അംഗീകരിക്കുക വഴി വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. എന്തൊക്കെയാണ് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെന്ന് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്താ സമ്മേളനമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 2 ടൗൺഷിപ്പുകൾ വയനാട്ടിൽ ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 750 കോടി രൂപയായിരിക്കും ചെലവായി പ്രതീക്ഷിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾ ഒറ്റഘട്ടമായി തന്നെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടുകളായിരിക്കും ദുരന്ത ബാധിതർക്കായി ഒരുക്കുന്നത്. ഒറ്റ നിലയിലായിരിക്കും പണിയുക എങ്കിൽ കൂടി ഭാവിയിൽ അത് മുകൾ നിലയിലേക്ക് കൂടി എടുക്കാൻ തക്ക സൗകര്യം അടിത്തറയിൽ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടുള്ള അടുത്ത ശക്തമാക്കിയിട്ടുള്ള നിർമ്മാണമായിരിക്കും ഉണ്ടാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അധികം വൈകാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ ആരംഭഘട്ടം എന്ന നിലയ്ക്കാണ് ഇതിൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളുടെയും സംഘടനകളുടെയും യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 50 വീടുകൾക്ക് മുകളിൽ നൽകാമെന്ന് സഹായം വാഗ്ദാനം ചെയ്തവരുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. മറ്റ് തുകയായും പണമായും അല്ലെങ്കിൽ കുറച്ച് വീടുകളുമൊക്കെ സഹായ വാഗ്ദാനമായി നൽകിയ ആളുകളുണ്ട്. അവരുമായി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മറ്റ് സഹായങ്ങൾ, അതായത് ധനസഹായം ഉൾപ്പെടെ സർക്കാരുകൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളൊക്കെ അത്തരത്തിൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആ സർക്കാരുകളുമായും വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ ഇനിയുള്ളത് പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കുള്ള നടപടികളാണ്. ആ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രി വിശദമായി പറയുകയും ചെയ്യും. ശരി, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.